UDF ഉപയോഗിച്ച ചർച്ചയിൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. സീറ്റിന്റെ കാര്യം പരിഗണിക്കാമെന്ന് PJ ജോസഫിന് UDF നേതാക്കളുടെ ഉറപ്പ്. ജോസഫ് വിഭാഗവുമായി വീണ്ടും ചർച്ച നടത്തും. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, നേരത്തെ MM ഹസൻ ഉൾപ്പെടെ ആ സീറ്റ് PJ ജോസഫ് വിഭാഗത്തിന് നൽകും എന്ന തരത്തിലുള്ള സൂചന നൽകിയിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയൊരു ചർച്ചയുടെ സാഹചര്യം എന്താണ്? കോൺഗ്രസിൽ മറ്റൊരു അഭിപ്രായമുണ്ടോ? ഗോകുൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രാദേശികമായ എതിർപ്പുകളുണ്ട്. അത് ഏറ്റവും പ്രധാനം. അത് അവിടെ ജോസഫ് വിഭാഗത്തിനേക്കാൾ സ്വാധീനം കോൺഗ്രസിന് തന്നെയാണുള്ളത്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഏറ്റവും പ്രധാനമായി അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ചർച്ച കൂടി വേണം എന്നുള്ളതാണ് നിലപാട്. അത് ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് നൽകാതിരിക്കാനല്ല, പകരം നിലവിൽ അവിടെയുള്ള എതിർപ്പുകൾ പരിഹരിച്ചതിന് ശേഷം ജോസഫ് വിഭാഗത്തിന് തന്നെ ഈ സീറ്റ് നൽകാമെന്നുള്ള ഒരു ധാരണയിലാണ്. സീറ്റ് ജോസഫ് വിഭാഗത്തിന് തന്നെ നൽകാം, അത് നല്ല നിലയിൽ തന്നെ പരിഗണിക്കാം എന്നുള്ളതാണ് ഒരു നിലവിൽ അഭിപ്രായമായി ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ കൂടി ചർച്ച നടത്തും, അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതിനുശേഷമാകും ഇത്തരത്തിലൊരു സീറ്റ് നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ മാസം 29-ന് മുസ്ലിം ലീഗുമായുള്ള ചർച്ചയുണ്ട്. ആ ചർച്ചയിലും മുസ്ലിം ലീഗ് മറ്റൊരു സീറ്റ് കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗ് വയനാട് സീറ്റാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വയനാട് സീറ്റ് തങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. അതേസമയം രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ 2 സീറ്റുകൾ തൃപ്തരാകും എന്നുള്ളതാണ്. അതിനുശേഷം 30-ന് RSPയുമായി കൂടിക്കാഴ്ചയുണ്ട്. RSPക്ക് കൊല്ലം സീറ്റ് തന്നെ നൽകും. അതിൽ മറ്റാശയക്കുഴപ്പങ്ങളൊന്നുമില്ല. അതിനുശേഷം UDFിലെ മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യും. ആ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും. ഇത്രയും നിലയിലുള്ള സീറ്റ് വിഭജനം മാത്രമായിരിക്കും. അതിനുശേഷം ഈ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് എളുപ്പത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം കളം പിടിക്കുകയും ചെയ്യും. ഏതായാലും കേരളത്തിൽ UDF ലോക്സഭാ സീറ്റ് വിഭജനത്തിലേക്ക്, അതിന്റെ ഉപേക്ഷ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. PJ ജോസഫിന്റെ കോട്ടയം സീറ്റ് എന്നതാണ് ഏതാണ്ട് ധാരണ. അക്കാര്യം കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തെ കൂടി ബോധ്യപ്പെടുത്തും UDF.